നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP സമരമുഖത്തേക്ക്. വെള്ളിയാഴ്ച രാവിലെ 10:30 ഒറ്റപ്പാലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരജ്വാല തെളിയിച്ച് സമര പ്രഖ്യാപനം നടത്തും. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്നും ആവശ്യം. ഓപ്പറേഷൻ തൂഫാൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 10 കിലോ 250 ഗ്രാം കഞ്ചാവ് പിടികൂടി. പരിശോധന നടത്തിയത് ഷൊർണൂർ റെയിൽവേ പോലീസും RPFന്റെ CIB ടീമും സംയുക്തമായി. പാലക്കാട് കൊല്ലംകോട് പോസ്റ്റ് ഓഫീസിൽ പാർസലായി എത്തിയ 7 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കേസിൽ ഇതുവരെ പിടിയിലായത് 5 പേർ. കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. രാമായണ പാരായണത്തിനും വിശേഷാൽ ചടങ്ങുകൾക്കും ഔഷധ കഞ്ഞി വിതരണത്തിനും ക്ഷേത്രങ്ങളിൽ ഒരുങ്ങി. ഇനി രാമമന്ത്രങ്ങളാൽ മുഖരിതമാകും ക്ഷേത്രാങ്കണം. കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമേറിയ പൊതുകുളമായ അയ്യംകുളം ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ഉപയോഗശൂന്യമായെന്ന് ആക്ഷേപം. കുളം നവീകരണം നടത്തിയത് 34 ലക്ഷം രൂപ ചിലവിട്ട്. നിറയെ വെള്ളമുള്ള കുളത്തിൽ പായലും ചണ്ടിയും നിറഞ്ഞ് വെള്ളം പുറത്തു കാണാത്ത അവസ്ഥയിലായെന്നും വിമർശനം. ചെന്താമര പ്രതിയായ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഈ മാസം 20-ന്. വിധി പറയുക പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ നിയമസഹായവേദിയുടെ റിപ്പോർട്ടിന്മേൽ വ്യാഴാഴ്ച വാദം പൂർത്തിയായി. ഭിന്നശേഷി അധ്യാപകനോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ക്രൂരത. പുസ്തകവണ്ടി ലൈബ്രറിയിലൂടെ സഞ്ചരിച്ച അറിവിന്റെ വെളിച്ചം വിതറുന്ന കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP അധ്യാപകനായ KA അജേഷിനോട് വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത അനീതി കാട്ടിയതായി പരാതി. പ്രതിഷേധവുമായി അധ്യാപക സംഘടനകളും പൊതുസമൂഹവും രംഗത്ത്. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP സമരമുഖത്തേക്ക്. വെള്ളിയാഴ്ച രാവിലെ 10:30 ഒറ്റപ്പാലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ BJP സമരജ്വാല തെളിയിച്ച് സമര പ്രഖ്യാപനം നടത്തും. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി തുടങ്ങിയ റോഡ് പണി ഇപ്പോഴും എങ്ങുമെത്തിയില്ല. വാഹനഗതാഗതവും കാൽനടയാത്രയും ദുഷ്കരമാണ്. റോഡ് വശങ്ങളിലുള്ള കുടുംബങ്ങൾ ഭയാശങ്കയിലാണ്. കരാറെടുത്ത ഊരുങ്കൽ സൊസൈറ്റി പിന്മാറിയെങ്കിൽ പകരം സംവിധാനം ഉപയോഗിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. രോഗികൾ, വിദ്യാർത്ഥികൾ, കർഷകർ അടക്കം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കണം. ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് BJP ജൂലൈ 17-ന് സമരം ആരംഭിക്കുമെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. വർഷങ്ങളായി ഒരു റോഡിൻ്റെ പണി നടക്കാതിരിക്കുക, പൂർത്തിയാവാതിരിക്കുക, അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് വിവിധ തരത്തിലാണ്. അതിലൊന്ന്, രോഗികളെ കൊണ്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല, അത്യാവശ്യ യാത്രകൾ കഴിയില്ല, നടന്നു പോകാൻ പോലും പറ്റില്ല. നമുക്കെല്ലാവർക്കും അറിയാം, മഴയാണെങ്കിൽ എവിടെയാണ് കുണ്ടുള്ളത് കുഴിയുള്ളതെന്ന് അറിയില്ല. മഴയില്ലെങ്കിൽ അവിടെ പൊടിയടിച്ചുകൊണ്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. പണിയെടുക്കുന്ന സൈഡ് ഭിത്തികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു വീഴുന്നു. എന്നിട്ടും പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള യാതൊരു ശ്രമവുമില്ല. ഇതിൻ്റെ പാർശ്വഭാഗങ്ങളിൽ താമസിക്കുന്ന വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരും ഭയാശങ്കയിലാണ്. ജനങ്ങളെല്ലാവരും കരുതിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ ഇടതുപക്ഷം ആ പണി പൂർത്തിയാക്കുമെന്നാണ്. കാരണം ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും പണി പൂർത്തിയാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ജനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം അത് പണി പൂർത്തിയാക്കാതിരുന്നത്. ജനങ്ങൾ വീണ്ടും അവർക്ക് വോട്ട് ചെയ്തു. അത് ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ളൊരു ധാരണയാണ് അവർക്കുള്ളത്. അപ്പോൾ അതിനുശേഷം UDF വരുന്നു. UDFന്റെ കണ്ണ് തുറക്കണം. UDFന്റെയും ഭരണം കഴിയുന്നവരെ കാത്തിരിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ സമരം ഭാരതീയ ജനതാ പാർട്ടി ഈ സമയത്ത് ഏറ്റെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെന്താമര പ്രതിയായ നെന്മാറ ഇരട്ടക്കൊല കേസിൽ ശിക്ഷാവിധി ഈ മാസം 20-ന്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായവേദിയുടെ റിപ്പോർട്ടിന്മേൽ വ്യാഴാഴ്ച വാദം പൂർത്തിയായി. ജയിലിൽ ജോലി ചെയ്യുന്ന പണം കൊണ്ട് സുധാകരന്റെ മക്കളെ സംരക്ഷിക്കാമെന്ന പ്രതിയുടെ വാദം പരിഹാസ്യമാണ്. പ്രകോപിച്ചാൽ ആരെയും കൊല്ലുമെന്ന് പറയുന്ന പ്രതിയെ എങ്ങനെ സമൂഹത്തിൽ വിടാൻ കഴിയുമെന്ന് ചോദിച്ച പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് വാദിച്ചു. എന്നാൽ പ്രതിക്ക് ഭാവിയിൽ മാനസാന്തരം ഉണ്ടായിക്കൂടുന്നില്ലെന്നും പരമാവധി ശിക്ഷ നൽകരുതെന്നും പ്രതിഭാഗം വാദിച്ചു. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്ന കാര്യമാണ് പ്രതിഭാഗം പറഞ്ഞത്. റിപ്പോർട്ടിന്മേൽ വാദം പൂർത്തിയാക്കിയ ശേഷമാണ് വിധി പറയാനായി കേസ് അടുത്ത തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പോലീസിന്റെ അന്വേഷണ മികവിന് അഭിനന്ദനം. വാണിയംകുളത്ത് നിന്നും കാണാതായ 3 അംഗ കുടുംബത്തെ 7 ദിവസങ്ങൾ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തുകയായിരുന്നു. കർണാടകയിലെ ചാമരാജ നഗറിൽ നിന്നാണ് കുടുംബത്തെ കണ്ടെത്തിയത്. ഷൊർണൂർ CI വിഷ്ണു,
SI അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഗ്രൂപ്പുകൾ തിരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ മുതൽക്ക് വാണിയംകുളം പനയൂരിലെ കൃഷ്ണകൃപയിൽ 68-കാരൻ ബാബു ഭാസ്കർ, ഭാര്യ 65-കാരി രമാദേവി, മകൻ 32-കാരൻ വിഷ്ണു എന്നിവരെ കാണാതാവുകയായിരുന്നു. ഇവരുടെ 3 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആകുകയായിരുന്നു. അങ്ങനെ അടിമുടി ദുരൂഹത നിറഞ്ഞ ഈ തിരോധാനം പനയൂർ ഗ്രാമത്തെ ആകെ ഏറെ ആശങ്കയിലാക്കിയിരുന്നു. ഷൊർണൂർ പോലീസാകട്ടെ പഴുതടച്ച അന്വേഷണവും പുരോഗമിച്ചിരുന്നു. CI വിഷ്ണു, SI അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ 3-അംഗ കുടുംബത്തെ കണ്ടെത്തുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ CCTVയിലൂടെ കണ്ടെത്തിയിരുന്നു. 300 CCTV ക്യാമറകൾ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചു. കർണാടകയിലെ ചാമരാജനഗറിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കുടുംബത്തെയാണ് ഒടുവിൽ പോലീസ് കണ്ടെത്തിയത്. 7 ദിവസത്തെ പരിശോധനയിലൂടെ കുടുംബത്തെ കണ്ടെത്തിയ ഷൊർണൂർ പോലീസിന്റെ അന്വേഷണ മികവിന് ഏറെ അഭിനന്ദനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നും 10 കിലോ 250 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസും RPFന്റെ CIB ടീമും സംയുക്തമായാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:10 കോയമ്പത്തൂരിൽ നിന്നും ഷൊർണൂരിലെ 3-ാം പ്ലാറ്റ്ഫോമിലെത്തിയ ട്രെയിനിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്ത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയായിരുന്നു കഞ്ചാവ് പിടികൂടിയത്. ബാഗിൽ 5 പൊതികളാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. 10 കിലോ 250 ഗ്രാം കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും പിടികൂടിയിട്ടില്ല. അന്വേഷണം നടത്തുമെന്നും ഇനിയും പരിശോധന ശക്തമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇന്ന് ഷൊർണൂർ റെയിൽവേ പോലീസും RPFന്റെ CIB ടീമും കൂടി ചേർന്ന് സംയുക്തമായി നടത്തിയ ഇന്നത്തെ പരിശോധനയിൽ 10 കിലോ 250 ഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുന്നുണ്ടായി. വരും ദിവസങ്ങളും കൂടുതൽ പരിശോധന നടത്തും. ഷൊർണൂർ റെയിൽവേ പോലീസും RPFലെ CIB ടീമും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ അനിൽ മാത്യുവിന് പുറമെ പോലീസുകാരായ ഹരിദാസ്, സജിത്ത്, പ്രസാദ്, ശ്രീജിത്ത് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ STV ചാനലിന്റെ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചിട്ട് നശിപ്പിച്ചു. STV ഓഫീസിന് 300 മീറ്റർ അകലെ ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. 11 മണി വരെ കേബിൾ തടസ്സമില്ലാതെ പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് ചാനൽ ലഭിക്കില്ലെന്ന ഉപഭോക്താക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ആര്യഞ്ചിറ UP സ്കൂൾ റോഡിന് സമാന്തരമായി പോകുന്ന മെറ്റൽ കമ്പനിക്ക് പിൻവശം കേബിൾ മുറിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. സമാനമായ രീതിയിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഹീന പ്രവൃത്തികൾ ചെയ്യുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നടപ്പിലാക്കണമെന്ന ആവശ്യമായി ഷൊർണൂർ പോലീസിന് പരാതി നൽകിയതായി STV മാനേജിംഗ് ഡയറക്ടർ RB അനിൽകുമാർ അറിയിച്ചു. കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിൽ പാർസലായി എത്തിയ 7 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. കൊല്ലങ്കോട് ത്രാമണി തടനറ വീട്ടിൽ ചാമുണ്ണി മകൻ സിബി എന്ന 47 വയസ്സുള്ള കൃഷ്ണൻകുട്ടി, സിബിയുടെ സഹോദരി 37 വയസ്സുള്ള കവിത എന്നിവരെയാണ് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖ് അറസ്റ്റ് ചെയ്തത്. 2026 ഫെബ്രുവരി 4-ാം തീയതിയാണ് മേഘാലയയിൽ നിന്ന് വന്ന 7.3 കിലോഗ്രാം കഞ്ചാവ് അടങ്ങിയ പാർസൽ കൈപ്പറ്റവേ കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിൽ വെച്ച് സഹോദരങ്ങളായ കൊല്ലങ്കോട് സ്വദേശികളായ സഞ്ജയ്, രാഹുൽ എന്നിവർ പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കഞ്ചാവ് ഓർഡർ ചെയ്ത കൊല്ലങ്കോട് ത്രാമാണി സ്വദേശി തടനാറ വീട്ടിൽ ബാബുവിന്റെ മകൻ 19 വയസ്സുള്ള ജിജിറ്റിനെ പാലക്കാട് പുത്തൂരിൽ വാടക വീട്ടിൽ ഒളിവിൽ താമസിക്കുകയും ജൂൺ 25-ാം തീയതി 3-ാം പ്രതിയായി എക്സൈസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതിക്ക് കുറ്റകൃത്യത്തിന് സാമ്പത്തിക സഹായം നൽകിയതിനും ഒളിവിൽ പോകുന്നതിന് സഹായം ചെയ്തതിനും കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചന നടത്തിയതിനും 4-5 പ്രതികളായി 3-ാം പ്രതിയുടെ അമ്മയുടെ സഹോദരന്മാരായ സിബി, കവിത എന്നിവരെ പ്രതി ചേർത്തെങ്കിലും പ്രതികൾ മുൻകൂർ ജാമ്യം നേടുകയായിരുന്നു. കോടതി ജാമ്യവ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മേഘാലയയിൽ നിന്ന് കഞ്ചാവ് പാർസൽ അയച്ച ആളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് കെ, തൻസിൽ താഹ, UK ജിതിൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണി വി, പ്രിവന്റീവ് ഓഫീസർ ശിവകുമാർ, യാസർ അറഫത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഭിലാഷ്, സജിത് കുമാർ, റജീന എന്നിവരാണ് കേസന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബസ്സിലെ വാക്ക് തർക്കത്തിനു പിന്നാലെ സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് നേരെ യുവാവിന്റെ ക്രൂരമർദ്ദനം.
പൊൻകണ്ടം സ്വദേശി 52-കാരനായ PV അജിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വടക്കഞ്ചേരി മംഗലം ഡാം റൂട്ടിൽ വ്യാഴാഴ്ച ബസ് സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധവും നടത്തിയിരുന്നു. കണ്ടക്ടറും മുടപ്പല്ലൂരിൽ നിന്ന് കയറിയ യുവാവും തമ്മിൽ ബസ്സിൽ വെച്ച് വാക്കേറ്റമുണ്ടായിരുന്നു. ഉന്തും തള്ളുമുണ്ടായി യുവാവ് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. പിന്നീട് വൈകിട്ട് മംഗലം ഡാമിലെ പെട്രോൾ പമ്പിൽ നിന്ന് ബസ്സിൽ ഡീസൽ അടിക്കുന്നതിനിടെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം കാറിലെത്തി യുവാവ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച വടക്കഞ്ചേരി മംഗലം ഡാം റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭിന്നശേഷി അധ്യാപകനോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ക്രൂരത. സഞ്ചരിക്കുന്ന പുസ്തക വണ്ടി ലൈബ്രറിയിലൂടെ അറിവിൻ്റെ വെളിച്ചം വിതറുന്ന കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP അധ്യാപകൻ KA അജേഷിനോടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടുത്ത അനീതി കാണിക്കുന്നതായി പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായിട്ടാണ് കേളശ്ശേരി ശ്രീനാരായണ കോളേജിലെ വിദ്യാർത്ഥികൾ കോങ്ങാട് വെച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ അരമണിക്കൂർ നീണ്ടുനിന്ന ഫ്ലാഷ് മോബും അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ കോങ്ങാട് പോലീസിന്റെ പ്രശംസ നേടി. ലഹരിക്കെതിരെ പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു വിവിധ പരിപാടികൾ നടത്തിയത്. BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി AB ആദിത്യയും സംഘവുമാണ് ഫ്ലാഷ് മോബിന് നേതൃത്വം നൽകിയത്. കുട്ടികൾക്ക് പിന്തുണയുമായി കോങ്ങാട് പോലീസും എത്തി. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ SI MS സത്യജിത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നമ്മൾ കുറയ്ക്കുകയല്ല നമ്മളെ ലക്ഷ്യം. ഈ പേര് പോലെ തന്നെ ഡ്രഗ്സിന്റെ യൂസേജ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക ലക്ഷ്യം. തൂഫാനാക്കി കാണുക. പേരും നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് ഈ ഓപ്പറേഷൻ ഇട്ടിട്ടുള്ളത്. ഇത് പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവരും എല്ലാവിടെയും പറയുന്നുണ്ട്. അത് തന്നെയാണ് സത്യം. ജനങ്ങളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും സഹകരണം നല്ല രീതിയിൽ വേണം. ആരെങ്കിലും എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നതായിട്ടോ ഇത് വിൽപ്പനയുള്ളതായിട്ടോ അറിവുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുക. ജില്ലയിൽ ആദ്യത്തെ പുകയില വിരുദ്ധ അവാർഡ് കരസ്ഥമാക്കിയ കേരളശ്ശേരി SN കോളേജിലെ വിദ്യാർത്ഥികൾ സമൂഹത്തിന് വലിയ മാതൃകയാണ് നൽകുന്നതെന്നും അവരെ അഭിനന്ദിക്കുന്നതായും SI സത്യജിത്ത് പറഞ്ഞു. നിരവധി യാത്രക്കാരും മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികളും കാണാനായി തടിച്ചുകൂടിയിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ KS പ്രീജ, വൈസ് പ്രിൻസിപ്പൽ P സുഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എടത്തറ രാമകൃഷ്ണൻ, സുരേഷ് കളത്തിൽ, AB ഹരിദാസ്, ഭാസ്കരൻ മാട്ടുമ്പൽ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കർക്കിടകം 1 വെള്ളിയാഴ്ച തുടക്കമാകും. രാമായണ മാസാചരണത്തിനും ഇതോടെ തുടക്കമാവും. രാമായണ പാരായണത്തിനും വിശേഷാൽ ചടങ്ങുകൾക്കും വിവിധ ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി രാമമന്ത്രങ്ങളാൽ മുഖരിതമാകും ക്ഷേത്രങ്ങൾ. ഷൊർണൂരിൽ നിന്നും തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. വീണ്ടും ഒരു കർക്കിടകം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വെള്ളിയാഴ്ചയാണ് കർക്കിടക മാസത്തിന് തുടക്കമാവുക. ഇതോടെ രാമായണ മാസാചരണത്തിനും തുടക്കം കുറിക്കും. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ രാമായണ പാരായണവും ഔഷധകഞ്ഞി വിതരണവും മറ്റു വിശേഷാൽ ചടങ്ങുകളും നടക്കും. കർക്കിടകം 3 ഞായറാഴ്ചയാണ് ഔഷധകഞ്ഞി വിതരണം ആരംഭിക്കുക. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയായ സുരേന്ദ്രൻ പറഞ്ഞു. ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ എല്ലാ വർഷത്തിലെയും പോലെ നാളെ മുതൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുകയാണ്. നിത്യേന വൈകുന്നേരം രാമായണ പാരായണം ഉണ്ടായിരിക്കും. ശ്രീമതി പ്രഭാവിശതി വിശ്വനാഥനാണ് രാമായണ പാരായണം നടത്തുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ 2 വർഷം മുന്നേ തുടങ്ങി വെച്ച ഔഷധക്കഞ്ഞി വിതരണം
ആഗസ്റ്റ് മാസം ജൂലൈ മാസം 19-ാം തീയതി, അതായത് കർക്കിടക മാസം 3-ാം തീയതി മുതൽ ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നതാണ്. ആഗസ്റ്റ് മാസം 9-ാം തീയതി 24ാമത് ആനകൂട്ട് അമ്പലത്തിൽ വെച്ച് നടക്കുന്നത്. 24 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട് 24ാമത്തെ ആനകൂട്ടാണ് ആഗസ്റ്റ് മാസം 9-ാം തീയതി നടക്കുന്നത്. അവരെ എല്ലാ വർഷത്തെയും പോലെ രാമായണ മാസം 31 ദിവസവും അതിവിപുലമായി ആചരിക്കാൻ വേണ്ടി ക്ഷേത്രം എല്ലാവിധ ഒരുക്കങ്ങളിലും തയ്യാറായി നിൽക്കുകയാണ്. ഷൊർണൂർ ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അന്നേ ദിവസം രാവിലെ 10-ന് ഔഷധകഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം, ഭഗവത് സേവ എന്നിവയും ഉണ്ടായിരിക്കും. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിലും രാമായണ പാരായണം മറ്റ് വിശേഷാൽ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ഇതിനായി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തരത്തിൽ ഷൊർണൂർ അടക്കമുള്ള വിവിധയിടങ്ങളിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി രാമമന്ത്രങ്ങളാൽ മുഖരിതമാകും ക്ഷേത്രാങ്കണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 34 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ പൊതുകുളമായ അയ്യങ്കുളം ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ ഉപയോഗശൂന്യമായതായി പരാതി. നിറഞ്ഞ് തുളമ്പി നിൽക്കുന്ന കുളത്തിൽ ചണ്ടിയും പായലും നിറഞ്ഞ് വെള്ളം പുറത്ത് കാണാത്ത സ്ഥിതിവിശേഷമായെന്നും ആക്ഷേപമായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 2024-25 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും 34 ലക്ഷം ചെലവഴിച്ച് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നവീകരണ പ്രവൃത്തി നടത്തിയ കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ പൊതുകുളമായ അയ്യങ്കുളം ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കകം ഉപയോഗശൂന്യമായി. നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കുളത്തിൽ ചണ്ടിയും പായലും നിറഞ്ഞ് വെള്ളം പുറത്തു കാണാത്ത സ്ഥിതിവിശേഷമാണ്. നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച് 2025 നവംബർ 3-നാണ് PP സുമോദ് MLA കുളം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസത്തിനകം കുളത്തിൽ ചണ്ടി നിറഞ്ഞിരുന്നു. 34 ലക്ഷത്തിന്റെ പണിയിൽ ഏറെ അപാകത ഉണ്ടെന്നും കുളത്തിലെ ചേറും ചളിയും പകുതി പോലും നീക്കിയിട്ടില്ലെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് തിടുക്കപ്പെട്ട് ഉദ്ഘാടനം നടത്തിയതാണെന്നും അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു. അയ്യങ്കുളം, ഓടാനിക്കാട്, വലിയ പറമ്പ്, കീഴത്തൂർ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുളമാണിത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര സംഗീത നാടക അക്കാദമി മഹാകവി കാളിദാസ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദേശീയ നാടകോത്സവത്തിൽ ജനഭേരി തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ബിയോണ്ട് ദ ലിബറേഷൻ എന്ന നാടകം നിറഞ്ഞ സദസ്സിനു മുന്നിൽ അരങ്ങേറി. ഷൊർണൂർ ചുടുവാലത്തൂരിലുള്ള ജനഭേരി സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് പെർഫോമൻസ് സ്റ്റഡീസ് വേദിയിലാണ് നാടകം അരങ്ങിലെത്തിയത്. വന്ദേമാതരം ഗീതത്തിൻ്റെ 150-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ഇന്ത്യൻ തിയേറ്ററിലൂടെയുള്ള ദേശഭക്തിയുടെ ആത്മാവ് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച നാടകോത്സവത്തിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2 നാടകങ്ങളിലൊന്നാണ് ബിയോണ്ട് ദ ലിബറേഷൻ. ഷൊർണൂർ ചുടുവാലത്തൂരിലുള്ള ജനഭേരി സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് പെർഫോമൻസ് സ്റ്റഡീസ് വേദിയിലാണ് നാടകം അരങ്ങേറിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അർത്ഥവും മൂല്യവും സാക്ഷാത്കാരവും ശക്തമായ പുനർവായനയ്ക്ക് വിധേയമാക്കുന്നതായിരുന്നു 60 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ മലയാളം നാടകം. നേരത്തെ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ അനീഷ് പി രാജൻ, പത്മശ്രീ KK രാമേന്ദ്ര പുലവർ, അഭിമന്യു, വിനോദ് എന്നിവർ സംസാരിച്ചു. നാടകങ്ങളിലൂടെയും അതുപോലെ തന്നെ സംഗീതത്തിലൂടെയും സാഹിത്യത്തിലൂടെയും നൃത്തത്തിലൂടെയും ഇന്ന് നടത്തപ്പെടുന്ന നാടകത്തിലൂടെ പാവകളിയിലൂടെ എങ്ങനെയാണ് നമുക്ക് നാടിൻ്റെ ആ സംസ്കാരത്തെയും നാടകത്തിലൂടെയും എല്ലാം ഏവരിലേക്കും എത്തിക്കുക എന്ന സന്ദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ പൈതൃകത്തെ വന്ദേ ഭാരതം മാതരം എന്ന ഗാനത്തിൻ്റെ യുവതലമുറയിലേക്ക് അതിൻ്റെ ചുവടുകൾ എത്തിച്ചുകൊണ്ട് നമ്മുടെ സംസ്കൃതിയെ വളർത്തിയെടുക്കുക എന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരേ സമയം 150 ഇടങ്ങളിൽ നാടകം സംഗീത അക്കാദമി സംഘടിപ്പിക്കുന്നത്
അത് വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങളുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. നിങ്ങൾ നേരത്തെ കേട്ടത് നമുക്കെല്ലാവർക്കും ഹിന്ദി അറിയാവുന്നതാണെന്ന് തോന്നുന്നു. നേരത്തെ കേട്ടതിൻ്റെ മലയാളം പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. നേരത്തെ ഇവിടെ നിങ്ങൾ കേട്ടത് സംഗീത അക്കാദമിയുടെ ചെയർപേഴ്സൺ സന്ധ്യ പുരേച്ചയുടെ ശബ്ദമായിരുന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമി മഹാകവി കാളിദാസ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദേശീയ നാടകോത്സവത്തിൽ ജനവേരി തിയേറ്റർ ഗ്രൂപ്പിൻ്റെയാണ് ബിയോണ്ട് ദ ലിബറേഷൻ എന്ന നാടകം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിരവധി കർഷകർക്ക് ആശ്വാസമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിലുള്ള സൗജന്യ നെൽവിത്ത് വിതരണം. 12 പാടശേഖരങ്ങളിലെ 500ഓളം കർഷകർക്കാണ് നെൽവിത്തുകൾ കൃഷിഭവൻ വഴി സൗജന്യമായി വിതരണം ചെയ്യുന്നത്. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ നിർവഹിച്ചു. കർഷകർക്ക് ഏറെ ആശ്വാസമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിലുള്ള സൗജന്യമായ നെൽവിത്ത് വിതരണം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രണ്ടാം വിളയ്ക്കുള്ള മുണ്ടകൻ നെൽവിത്ത് വിതരണം നടപ്പിലാക്കിയത്. വ്യാഴാഴ്ച രാവിലെ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ നെൽവിത്ത് വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കർഷകർക്ക് സൗജന്യമായി നെൽവിത്ത് വിതരണം നടത്തുന്ന ഏക പഞ്ചായത്താണ് ഓങ്ങല്ലൂരെന്ന് പ്രസിഡന്റ് സൂചിപ്പിച്ചു. സൂചിപ്പിച്ചതുപോലെ ഉമയും പൊന്മണി വിത്തുമാണ് നൽകുന്നത്. പട്ടാമ്പി ബ്ലോക്കിൽ വേറൊരു പഞ്ചായത്തും സൗജന്യമായി കർഷകർക്ക് വിത്ത് നൽകുന്നില്ല എന്ന അഭിമാനവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മാത്രമാണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് മാത്രമാണ് സൗജന്യമായി കർഷകർക്ക് വിത്ത് നൽകുന്നത്. 47 രൂപയാണ് വിത്തിൻ്റെ വില. അതിനോടൊപ്പം തന്നെ 15 ലക്ഷത്തോളം രൂപയാണ് ഈ സാമ്പത്തിക വർഷം സൗജന്യമായി വിത്ത് നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കർഷകർക്ക് കൊടുക്കേണ്ട ജൈവവളങ്ങളും രാസവളങ്ങളുമെല്ലാം അതിനൊക്കെ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം സമയബന്ധിതമായി കൊടുക്കുക എന്നതാണ് ഈ ഭരണസമിതിയുടെ തീരുമാനം. ഉമ, പൊന്മണി എന്നീ രണ്ടാം വിളയ്ക്കുള്ള നെൽവിത്തുകളാണ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 12 പാടശേഖരങ്ങളിലെ 500ഓളം കർഷകർക്കാണ് വിത്തുകൾ നൽകുന്നത്. 28,000 കിലോ വിത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ ഹാര്യകൃഷ്ണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ MP വിജയകുമാർ, K അശോകൻ അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികളും കർഷക പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ അശ്വനി ആശുപത്രി സമീപമുള്ള കെട്ടിടത്തിൽ കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു. K പ്രേംകുമാർ MLA കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചില്ലെങ്കിലും കാർഷിക മേഖലയിലുള്ള തങ്ങളുടെ ഇടപെടൽ കൂടുതൽ സമഗ്രതയോടെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഒരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നടക്കുന്നത്. ഇത് ലാഭനഷ്ടത്തിന്റെ മാത്രം കണ്ണിൽ കാണേണ്ട കാര്യമല്ല. അപ്പൊ നമുക്കറിയാം, നെല്ല് കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് നെൽകൃഷിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും. അതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടമുള്ള വേറെയും വിളകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ശേഷിക്കുന്ന നെൽപ്പാടങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്നത്? നെൽപ്പാടങ്ങളിൽ ആ കൃഷി ചെയ്യുന്ന വിളവെടുക്കുന്നതിന് മുമ്പായുള്ള പ്രധാനപ്പെട്ട സമയം പൂർണ്ണമായും അത് നമ്മുടെ നാട്ടിൽ ഒരു ജലസംഭരണി പോലെ പ്രവർത്തിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N ലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാർഷിക സെമിനാറിൽ പ്രൊഫസർ കാർത്തികേയൻ വിഷയം അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ K രാധാകൃഷ്ണൻ, കേരള ബാങ്ക് ഡയറക്ടർ OV സ്വാമിനാഥൻ, നഗരസഭാ കൗൺസിലർ A സ്വരൂപ്, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി KC ഗീത, ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ, കൃഷി ഓഫീസർ രമ്യ ചന്ദ്ര, C വിജയൻ, അച്യുതൻകുട്ടി, NK ജയരാജൻ, PK ഹരിനാരായണൻ, T സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ട്രാക്ടർ, ടില്ലർ, ഡ്രോൺ തുടങ്ങി യന്ത്രോപകരണങ്ങൾ ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ വാടകയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ഇന്നർ വീൽ ക്ലബിൻ്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കണ്ണിമുറത്തെ CRR ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും. ഞായറാഴ്ച രാവിലെ 10:30 ചടങ്ങ് വീണപതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഒറ്റപ്പാലത്ത് 2007 തുടങ്ങിയ ഇന്നർ വീൽ ക്ലബിന്റെ നിരവധി അംഗങ്ങളുള്ള സന്നദ്ധ സംഘടനയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സ്കൂൾ, വൃദ്ധസദനങ്ങൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിദ്യാഭ്യാസം, മെഡിക്കൽ ഹെൽപ്പ് എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ചാണ് ക്ലബിന്റെ പ്രവർത്തനം. ജീവൻധാര എന്ന പേരിൽ രാജ്യവ്യാപകമായി ആരോഗ്യം, സാമൂഹിക പരിചരണം എന്നിവയിലാണ് ക്ലബിന്റെ ഈ വർഷത്തെ ലക്ഷ്യം. പ്രധാനമായും വൃക്കരോഗികൾക്കുള്ള ചികിത്സാ സഹായമാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ജീവൻധാര പദ്ധതി കൂടാതെ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സമൂഹത്തിന് ഉപകാരപ്രദമായ എല്ലാ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഈ പ്രവർത്തന വർഷത്തിലും നടത്തും. ഇന്റർനാഷണൽ ഇന്നർവീൽ എന്ന ഒരു ആഗോള വനിതാ സംഘടനയുടെ ഒറ്റപ്പാലത്തെ ഭാഗമാണ് ഇന്നർവീൽ ക്ലബ് ഒറ്റപ്പാലം എന്ന് പറയുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മാനസികവും ശാരീരികവും ആരോഗ്യപരവുമായിട്ടുള്ള ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് ഇന്നർവീൽ ക്ലബ് പ്രവർത്തിക്കുന്നത്. ഇതേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സംഘടനയും കൂടിയാണ് ഇന്നർവീൽ ക്ലബ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഏറ്റവും അർഹരായ മറ്റ് വ്യക്തികൾക്കും കുട്ടികൾക്കും അവരുടെ രോഗനിർണയം, ചികിത്സ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇന്നർവീൽ ക്ലബ്ബ് സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒറ്റപ്പാലത്തും വാണിയംകുളത്തുമുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് സാമ്പത്തിക സഹായങ്ങളും അതേപോലെ ഓണക്കിറ്റ് വിതരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അംഗനവാടികൾ മുതൽക്കുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്കായിട്ട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, അവർക്ക് മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക, രോഗചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായങ്ങളടക്കം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നിയുക്ത പ്രസിഡന്റ് ശിവപ്രിയ ശ്രീജിത്ത്, സജുല സതീഷ്, ട്രഷറർ സബിത ഹരി, വീനസ് മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSBU മണ്ണൂർ യൂണിറ്റിന്റെ കൺവെൻഷൻ മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് നമസ്കാരം, നന്ദി. ഇതിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ പഞ്ചായത്തിൻ്റെ എല്ലാവരും സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നും ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ പകുതി വഴിക്ക് നിട്ടു പോകാതെ നല്ല രീതിയിൽ നടന്നു വരും എല്ലാം നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി നിങ്ങളെല്ലാവരെയും സമ്മതത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയുന്നു. കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും നവാഗതരെയും ആദരിച്ചു. സ്റ്റേറ്റ് കൗൺസിലർമാരായ MC വാസുദേവൻ, P രാജഗോപാൽ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി PA മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി MR രവീന്ദ്രൻ സ്വാഗതവും TR ഗോകുൽദാസ് നന്ദിയും പറഞ്ഞു. കോട്ടായി കീഴത്തൂർ അൽ ബിറർ സ്കൂളിൽ രക്ഷിതാക്കളുടെ സംഗമവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാനും മഹല്ല് പ്രസിഡന്റുമായ KKM യൂസഫ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി കോട്ടായി കീഴത്തൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡോർ അൽബറി സ്കൂളിൽ രക്ഷിതാക്കളുടെ സംഘവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാനും മഹല്ല് പ്രസിഡന്റുമായ KKM യൂസഫ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്വാലിഹ് അൻവരി ദേശമംഗലം ബോധവൽക്കരണ ക്ലാസ് നടത്തി. മഹല്ല് ഭാരവാഹികളായ KM സലാം, സൈദൽവി ഹാജി, ഒതറോഡ് മുത്തുകുട്ടി, അബൂബക്കർ, അഷ്റഫ് ദാരിമി, മുഹമ്മദ് അലി, ജൌഫർ ഹിഷാമി, ജാഫർ റഹ്മാനി, സ്കൂൾ അധ്യാപകരായ ഷാനിഹ, ഖദീജ, റൈഹാനത്ത് എന്നിവർ പങ്കെടുത്തു. മഹല്ല് സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതവും കോർഡിനേറ്റർ ഫസലുർ റഹ്മാൻ ഹുദവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശുചിത്വ സന്ദേശവുമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ സംരക്ഷണ ഭിത്തിയിൽ നഗരസഭ ഒരുക്കിയ ചുമർ ചിത്രങ്ങൾക്ക് മുകളിൽ പരസ്യ ബോർഡ് കെട്ടിയടച്ച് റെയിൽവേ. മാസങ്ങൾക്ക് മുൻപാണ് 6 ലക്ഷത്തോളം രൂപ ചെലവാക്കി ഒരാഴ്ച നീണ്ടുന്ന നിർമ്മാണ പ്രവൃത്തികൾക്കൊടുവിൽ ചുമർ ചിത്രം പൂർത്തിയാക്കി സംവിധായകൻ ലാൽ ജോസ് പ്രകാശനം ചെയ്തത്. റെയിൽവേയുടെ സ്ഥലമാണെങ്കിലും ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് നഗരസഭാ സെക്രട്ടറി റെയിൽവേ മുൻ ADRMനോട് അനുവാദം ആവശ്യപ്പെടുകയും ചിത്രം വരയ്ക്കാൻ മുൻ ADMമാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നഗരസഭ ചുമർ ചിത്രവുമായി മുന്നോട്ടു പോയത്. എന്നാൽ പുതിയ ADRM വന്നതും റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേയുടെ സ്ഥലങ്ങളിൽ പരസ്യങ്ങൾ സ്ഥാപിച്ച് വരുമാനമുണ്ടാക്കാനുള്ള കരാറിൽ സ്വകാര്യ കമ്പനിയുമായി ധാരണയായി. ഇതാണ് നഗരസഭയ്ക്ക് തിരിച്ചടിയായത്. കരാർ കമ്പനിയാകട്ടെ ആളുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഇരുമ്പ് ഗ്രിൽ സ്ഥാപിച്ച് പരസ്യങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്റ്റാൻഡിലേക്ക് പോകുന്ന പുതിയ റോഡിന് സമീപത്തുള്ള ഭിത്തിയിലാണ് നഗരസഭ അതിമനോഹരമായ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളായ
കുഞ്ഞുണ്ണി മാഷും വള്ളുവനാടിന്റെ നാട്ടുചന്തം തിരശ്ശീലയ്ക്ക് മുന്നിലെത്തിച്ച സംവിധായകൻ ലാൽ ജോസും വർണ്ണമനോഹരങ്ങളായ പൂക്കൾ തലയിൽ ചൂടി നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ സുന്ദരികളുമെല്ലാം ചിത്രത്തിലുണ്ട്. ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരമാക്കുക എന്ന ശുചിത്വ സന്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് നഗരസഭ രൂപം നൽകിയത്. തൃശൂർ കുന്നംകുളം സ്വദേശികളായ സണ്ണിയുടെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ വരച്ചത്. 20 മീറ്റർ വീതിയിലുള്ള 3 ചിത്രങ്ങളും 2 ദിവസമെടുത്താണ് പൂർത്തിയാക്കിയത്. സംഭവത്തിൽ ചിത്രങ്ങൾക്ക് മുകളിൽ പതിപ്പിച്ച പരസ്യ ബോർഡുകൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി റെയിൽവേക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ കരാർ കമ്പനിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും നേരിട്ട് ഇടപെടാനാകില്ലെന്നും റെയിൽവേ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി കിള്ളിക്കുറിശിമംഗലം മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം ആഷാഢോത്സവം കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച മുതൽ ഓഗസ്റ്റ് 16 വരെ വൈകിട്ട് 6:30 മുതൽ ഗുരുകുലം നാട്യശാലയിലാണ് പരിപാടി സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഷാഢോത്സവത്തിൽ കൂടിയാട്ടം, നങ്ങ്യാരക്കൂത്ത്, ചാക്യാർകൂത്ത്, പാടകം, മിഴാവിൽ തായമ്പക എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 അമ്മണിക്കുട്ടി നങ്ങ്യാരമ്മ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. നങ്ങ്യാർകൂത്ത് പുറപ്പാടോടുകൂടിയാണ് ആഷാഢോത്സവത്തിന് തുടക്കമാകുക. ആഗസ്റ്റ് 16 പാടകത്തോടെ ആഷാഢോത്സവം സമാപിക്കും. PK ഹരീഷ് നമ്പ്യാർ, വാസന്തി നാരായണൻ, സദനം വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണചരിതം നങ്ങ്യാരമ്മക്കൂത്ത് എന്ന പുസ്തകത്തെ, നാരായണ നമ്പ്യാരാശാന്റെ പുസ്തകത്തെ ആധാരമാക്കിയിട്ടുള്ള അഭിനയങ്ങളാണ് നമ്മൾ ആദ്യം ഇതിൽ രംഗാവതരണമായിട്ട് വെച്ചിരിക്കുന്നത്. ഈ ആഷാഢോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു അവതരണത്തിൽ പ്രധാനമായിട്ട് കൂടിയാട്ടത്തിൻ്റെ അവതരണം എന്ന് പറയുന്ന സമയത്തെങ്കിൽ പുറപ്പാട്, നിർവഹണം, കൂടിയാട്ടം ഇങ്ങനെയാണ്. പുറപ്പാടാണ് ഇതിലെ ആദ്യത്തെ. ഒരു കഥാപാത്രത്തിൽ വരുന്ന സൂത്രധാരൻ, നദീ സൂത്രധാരൻ്റെ പ്രവേശത്തോട് കൂടിയിട്ടാണ് ഏതൊരു കഥയും ആരംഭിക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ നിർവഹണം. ഈ നിർവഹണ അഭിനയങ്ങൾ നമ്മൾ പുറം വേദികളിൽ അധികം ചെയ്യില്ല. കാരണം ഇത് അതിൻ്റെ അടിസ്ഥാനമാണ്. നമുക്ക് പൂർവ്വരംഗം അഭിനയമാണ്. ഒരു കഥാപാത്രത്തിൻ്റെ പൂർവ്വകഥ അഭിനയിക്കലാണ് നിർവഹണത്തിലെ പ്രധാനമായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇനി മാറ്റലി. ലോകം ഉറ്റുനോക്കുന്ന ലോകകപ്പ് ഫൈനൽ നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഇത്തവണത്തെ ഫൈനലിൽ സ്പെയിനിനെ അർജന്റീനയാണ് നേരിടുക. ഫൈനൽ ആര് കപ്പ് ഉയർത്തും? മാറ്റിൽ ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് മികച്ച 2 ടീമുകൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്, അർജന്റീന അതേപോലെ സ്പെയിനും. പക്ഷേ കളികളിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി അർജന്റീന ഇതിന് മുന്നുള്ള ചില കളികളിലൊക്കെ ചില ചെറിയ ടീമുകളോടൊക്കെ പതറുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. എന്നാൽ സ്പെയിന് കളി മുന്നോട്ട് പോകുന്തോറും അവർ കൂടുതൽ മികച്ച രീതിയിലാണ് കളിച്ചു വരുന്നത്. അപ്പോൾ ഫൈനലിൽ എന്തായാലും സ്പെയിന് ഒരു ഗോളിനെ പെനാൽറ്റിയിലേക്ക് പോകാതെ ഒരു ഗോളിനെങ്കിലും വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സ്പെയിനും അർജന്റീനയും മികച്ച ഫോമിലാണ് കളിക്കുന്നത്. നല്ല മികച്ച ടീമുകളാണ്. ഈ ടൂർണമെൻറ്റിൽ ഫൈനലിലേക്ക് എത്താൻ പ്രകടനം കൊണ്ട് അർഹിച്ച ടീമുകൾ തന്നെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന. അതുപോലെ തന്നെ അവരുടെ സൂപ്പർ താരം ലയണൽ മെസ്സി മികച്ച ഫോമിലാണ് കളിക്കുന്നത്. അതുകൊണ്ടൊരു നേരിയ മുൻതൂക്കം അർജന്റീനയ്ക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട്, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP സമരമുഖത്തേക്ക്. വെള്ളിയാഴ്ച രാവിലെ 10:30 ഒറ്റപ്പാലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരജ്വാല തെളിയിച്ച് സമര പ്രഖ്യാപനം നടത്തും. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്നും ആവശ്യം. ഓപ്പറേഷൻ തൂഫാൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 10 കിലോ 250 ഗ്രാം കഞ്ചാവ് പിടികൂടി. പരിശോധന നടത്തിയത് ഷൊർണൂർ റെയിൽവേ പോലീസും RPFന്റെ CIB ടീമും സംയുക്തമായി. പാലക്കാട് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിൽ പാർസലായി എത്തിയ 7 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കേസിൽ ഇതുവരെ പിടിയിലായത് 5 പേർ. കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. രാമായണ പാരായണത്തിനും വിശേഷാൽ ചടങ്ങുകൾക്കും ഔഷധ കഞ്ഞി വിതരണത്തിനും ക്ഷേത്രങ്ങളിൽ ഒരുങ്ങി. ഇനി രാമമന്ത്രങ്ങളാൽ മുഖരിതമാകും ക്ഷേത്രാങ്കണം. കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമേറിയ പൊതുകുളമായ അയ്യംകുളം ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ഉപയോഗശൂന്യമായെന്ന് ആക്ഷേപം. കുളം നവീകരണം നടത്തിയത് 34 ലക്ഷം രൂപ ചിലവിട്ട്.
നിറയെ വെള്ളമുള്ള കുളത്തിൽ പായലും ചണ്ടിയും നിറഞ്ഞ് വെള്ളം പുറത്തു കാണാത്ത അവസ്ഥയിലായെന്നും വിമർശനം. ചെന്താമര പ്രതിയായ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഈ മാസം 20-ന്. വിധി പറയുക പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ നിയമസഹായവേദിയുടെ റിപ്പോർട്ടിന്മേൽ വ്യാഴാഴ്ച വാദം പൂർത്തിയായി. ഭിന്നശേഷി അധ്യാപകനോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ക്രൂരത. പുസ്തകവണ്ടി ലൈബ്രറിയിലൂടെ സഞ്ചരിച്ച അറിവിന്റെ വെളിച്ചം വിതറുന്ന കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP അധ്യാപകനായ KA അജേഷിനോട് വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത അനീതി കാട്ടിയതായി പരാതി. പ്രതിഷേധവുമായി അധ്യാപക സംഘടനകളും പൊതുസമൂഹവും രംഗത്ത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.